ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടൈം ആൻഡ് സപ്ലൈ, ടൈം ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ അണ്ടർ ജി എസ് ടി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ എന്താണ് സപ്ലൈ അണ്ടർ ജി എസ് ടിയിൽ വരുന്നത്, അതിൻ്റെ ക്യാരക്ടേഴ്സ്, അതുപോലെ ടൈപ്സ് ഓഫ് സപ്ലൈ, അതിൽ ബേസ്ഡ് ഓൺ ലൊക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ കോമ്പിനേഷൻ ഉണ്ട്, ദെൻ അതുപോലെ ബേസ്ഡ് ഓൺ റെസിപ്പിയൻ്റ് ഉണ്ട്, ബേസ്ഡ് ഓൺ ടാക്സ് ട്രീറ്റ്മെൻറ്റ്. ഇത്രയും ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അതുപോലെ കോമ്പണൻസ് ഓഫ് സപ്ലൈ പറഞ്ഞിരുന്നു അല്ലേ. കോമ്പണൻസ് ഓഫ് സപ്ലൈയിൽ മെയിനായിട്ട് ടൈം ഓഫ് സപ്ലൈ ഉണ്ട്, പ്ലേസ് ഓഫ് സപ്ലൈ ഉണ്ട്, വാല്യൂ ഓഫ് സപ്ലൈ ഉണ്ട്. അതിൽ ടൈം ഓഫ് സപ്ലൈ ഇല്ല, ഇപ്പം നമുക്കറിയാം ടൈം ഓഫ് സപ്ലൈ എന്തിനാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, എപ്പോൾ മുതലാണ് ഈ പറയുന്ന സപ്ലയർ അതിന് ടാക്സ് അടക്കാൻ ലയബിൾ ആവുന്നത്. ആ ഒരു ടൈം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈം ഓഫ് സപ്ലൈ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ടൈം ഓഫ് സപ്ലൈയുടെ കേസിൽ നമ്മൾ 3 കാര്യങ്ങളാണ് നോക്കുക അല്ലേ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ്. ഇതിലേതാണ് ഏർലിയസ്റ്റ് ആയിട്ട് സംഭവിക്കുന്നത്, 3 കാര്യങ്ങളുണ്ട്. ആ 3 കാര്യങ്ങളിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത്, ദെൻ അതായിരിക്കും ടൈം ഓഫ് സപ്ലൈ, സപ്ലൈ ചെയ്ത സമയമായിട്ട് കൺസിഡർ ചെയ്യുക. അത് മുതൽ ടാക്സ് പെയർ എന്തായിരിക്കും, ഈ പറയുന്ന ടാക്സ് പേ ചെയ്യാനയാൾ ലയബിൾ ആയിരിക്കും. ഓക്കെ, സോ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്, അതുപോലെ ലാസ്റ്റ് ഡേറ്റ് ഇൻ വിച്ച് ഇൻവോയ്സ് ഷുഡ് ഹാവ് ബീൻ ഇഷ്യൂഡ്, ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് അഡ്വാൻസ് ഓർ പേയ്മെന്റ് ആണ് അല്ലെ. 3 കാര്യങ്ങളാണ്. അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻവോയ്സ്, ദാറ്റ് മീൻസ് നമ്മുടെ ടാക്സ് ബില്ല് ഇഷ്യൂ ചെയ്ത ഡേറ്റ്. രണ്ടാമത്തത് ഈ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ള ഒരു അവസാന ടൈം ഉണ്ടാവും, ആ ടൈം ലാസ്റ്റ് ഡേറ്റ്. ദെൻ നെക്സ്റ്റ് നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ്, അഡ്വാൻസ് ആയിട്ട് അടച്ചത് അല്ലെങ്കിൽ പേയ്മെന്റ് എപ്പോഴാണോ ചെയ്തത് ആ റെസിപ്റ്റ് റിസീവ് ചെയ്ത ഡേറ്റ്. ഓക്കെ, റെസിപ്റ്റ് ഓഫ് അഡ്വാൻസ് അല്ലെങ്കിൽ പേയ്മെന്റ്. ഇപ്പൊ നമുക്കറിയാം എന്തെങ്കിലും ഗുഡ്സ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഇതിന് പൈസ കിട്ടും. ആ പൈസ റിസീവ് ചെയ്യുന്ന അല്ലെ, പേയ്മെന്റ് ചെയ്യുന്ന സമയം അല്ലെങ്കിൽ അതിന് അഡ്വാൻസ് ആയിട്ട് പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ടൈം. ഈ 3 കാര്യങ്ങളിൽ ഏതാണോ ഫസ്റ്റ് സംഭവിക്കുന്നത്, ദാറ്റ് വിൽ ബി ദ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞാണ്. അതുപോലെ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസിന്റെ കേസും പറഞ്ഞിരുന്നു. ഈ 3 കാര്യങ്ങളിൽ ഏതാണോ ഫസ്റ്റ് സംഭവിക്കുന്നത് അതായിരിക്കും ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ്. അതിലും ഈ ഇൻവോയ്സ് ഡേറ്റ് ഉണ്ട് അല്ലെ, ഡേറ്റ് ഓഫ് ഇൻവോയ്സ്, ഡേറ്റ് ഓഫ് അഡ്വാൻസ് പേയ്മെന്റ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് അഡ്വാൻസ് ഓർ പേയ്മെന്റ് ആണ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സർവീസുകൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തായാലും എമൗണ്ട് ഓഫ് പേയ്മെന്റ് ഒന്നില്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ആ സർവീസ് നമ്മൾ റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് പേയ്മെന്റ് കിട്ടും. ആ പേയ്മെന്റ് കിട്ടിയ ഡേറ്റ്, പിന്നെ ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ്, ഈ പറഞ്ഞ സർവീസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡേറ്റ് അല്ലെ, എത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള അത്തരം പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രൊവിഷൻ ഡേറ്റ്. ദെൻ ഈ 3 കാര്യങ്ങൾ നോക്കും. ആ 3 കാര്യങ്ങളിൽ ഏതാണോ ഫസ്റ്റ് സംഭവിച്ചത് ദാറ്റ് വിൽ ബി ദ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ആണ്. ഓക്കെ, ദെൻ അപ്പോൾ നോക്കുക, മെയിനായിട്ട് എന്താണ് സപ്ലൈ പറഞ്ഞു, ദെൻ ടൈപ്സ് ഓഫ് സപ്ലൈ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കോമ്പണൻസ് ഓഫ് സപ്ലൈ, ജി എസ് ടിയിലെ സപ്ലൈയുടെ കോമ്പണൻസ്, ടൈം ഓഫ് സപ്ലൈ ഉണ്ട്, പ്ലേസ് ഓഫ് സപ്ലൈ ഉണ്ട്, വാല്യൂ ഓഫ് സപ്ലൈ ഉണ്ട്. അതിൽ ടൈം ഓഫ് സപ്ലൈ നമ്മൾ പറഞ്ഞു. അതിൽ ടൈം ഓഫ് സപ്ലൈയിൽ മെയിനായിട്ട് ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഉണ്ട്, ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് പറഞ്ഞത് പ്ലേസ് ഓഫ് സപ്ലൈ അണ്ടർ ജി എസ് ടി ആണ് അല്ലെ. പ്ലേസ് ഓഫ് സപ്ലൈ അണ്ടർ ജി എസ് ടിയിൽ നമ്മൾ പറഞ്ഞില്ലല്ലോ, ഇത് പറഞ്ഞില്ലല്ലോ പ്ലേസ് ഓഫ് സപ്ലൈ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ല. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതിലൊരു പ്ലേസ് ഓഫ് സപ്ലൈയും കൂടെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. 3 കാര്യങ്ങളാണ് ടൈം ഓഫ് സപ്ലൈ, പ്ലേസ് ഓഫ് സപ്ലൈ, വാല്യൂ ഓഫ് സപ്ലൈ. ഈ 3 കാര്യമാണ് ഇതിലുള്ളത്. അതിൽ ടൈം ഓഫ് സപ്ലൈ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്ലേസ് ഓഫ് സപ്ലൈ അണ്ടർ ജി എസ് ടി ആണ്. ഓക്കെ, ഈ പ്ലേസിനും വളരെ പ്രാധാന്യമുണ്ട്. ഇപ്പൊ ടൈമിന്റെ, ഇപ്പൊ സപ്ലൈ ചെയ്ത സമയത്തിന് മാത്രമല്ല ഇമ്പോർട്ടൻസ് ഉള്ളത്, അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഭവമാണ് എവിടെ വെച്ചിട്ടാണ് ഇതിന്റെ സപ്ലൈ സംഭവിക്കുന്നത് അല്ലെ. സപ്ലയറുടെ ലൊക്കേഷനും അതുപോലെ തന്നെ ഈ സപ്ലൈ നടക്കുന്ന പ്ലേസും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമുക്കറിയാം ജി എസ് ടി, ഇന്ത്യയിലെ ജി എസ് ടി റൂൾ പ്രകാരം നമ്മൾ പ്രധാനമായിട്ടും 4 ടാക്സ് ആണ് കളക്ട് ചെയ്യുക. സി ജി എസ് ടി, എസ് ജി എസ് ടി, ഐ ജി എസ് ടി, യു ടി ജി എസ് ടി, ഇങ്ങനെ 4 ആക്ടുകളുണ്ട് അല്ലെ. ഇതിൽ ഓരോ ടൈപ്പ് ഓഫ് സപ്ലൈക്കും നമ്മൾ പ്ലേസ് ഓഫ് ലൊക്കേഷൻ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പല ടാക്സുകളാണ് നമ്മൾ ചുമത്താറുള്ളത്. അതിൽ എസ്പെഷ്യലി ഇപ്പോൾ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ ഒരേ സ്റ്റേറ്റിൽ നിന്ന് അതേ സ്റ്റേറ്റിലോട്ട് തന്നെ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ സി ജി എസ് ടിയും എസ് ജി എസ് ടി ആണ് നമ്മൾ ഇമ്പോസ് ചെയ്യപ്പെടാറുള്ളത്. അതുപോലെ 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സപ്ലൈ ആണെങ്കിൽ നമ്മൾ അവിടെ ഈടാക്കുന്ന ടാക്സ് ജി എസ് ടി എന്ന് പറയുന്നത് ഐ ജി എസ് ടി ആണ്. അതുപോലെ നമ്മൾ യൂണിയൻ ടെറിട്ടറീസ് ആ യൂണിയൻ ടെറിട്ടറീസിലോട്ട് തന്നെ നമ്മൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ ഈടാക്കുന്ന ടാക്സ് യു ടി ജി എസ് ടി ആണ്. ഓക്കെ,
അപ്പോൾ അത് ഏത് ടാക്സ് ചുമത്തണം എന്നുള്ളത് നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്ലേസ് ഓഫ് സപ്ലൈ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഒരു സപ്ലൈയുടെ പ്ലേസ് എവിടെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, നോക്കാം നമുക്ക്. പ്ലേസ് ഓഫ് സപ്ലൈ അണ്ടർ GST ആണ്. സോ നോക്കാം, പ്ലേസ് ഓഫ് സപ്ലൈ ഈസ് ദ ലൊക്കേഷൻ ഓഫ് സർവീസ് റെസിപ്പിയന്റ് ആണ്. ഓക്കെ, സർവീസ് റെസിപ്പിയന്റിന്റെ അല്ലെങ്കിൽ ഗുഡ്സിന്റെ റെസിപ്പിയന്റിന്റെ പ്ലേസിനാണ് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. പ്ലേസ് ഓഫ് സപ്ലൈ ഈസ് ദ ലൊക്കേഷൻ ഓഫ് സർവീസ് റെസിപ്പിയന്റ് ആണ്. ഓക്കെ, സർവീസ് റെസിപ്പിയന്റിന്റെ അല്ലെങ്കിൽ ഗുഡ്സ് റെസിപ്റ്റ് ചെയ്യുന്ന ആളുടെ ലൊക്കേഷനാണ് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് മീൻ ചെയ്യുന്നത്. ഓക്കെ, എവിടെയാണോ അത് റെസിപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അവിടെ ഗുഡ്സും കൂടി ഉണ്ട് കേട്ടോ. സോ ഇറ്റ് ഡിറ്റർമൈൻ വെദർ എ ട്രാൻസാക്ഷൻ ഈസ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണോ, ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണോ, അതോ എക്സ്റ്റേണൽ ട്രേഡ് ആണോ. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇൻട്രാ സ്റ്റേറ്റ് മീൻസ് ഒരു സംസ്ഥാനത്തിന്റെ അകത്ത് തന്നെ സംഭവിക്കുന്ന എന്താണ് സപ്ലൈ ആണെങ്കിൽ അതിനാണ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയാം. ഇനി ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാലോ, ബിറ്റ്വീൻ ടു സ്റ്റേറ്റുകളാണ്, രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സപ്ലൈ ആണെങ്കിൽ അതിനാണ് നമ്മൾ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയാം. ആൻഡ് എക്സ്റ്റേണൽ ട്രേഡ് മീൻസ് നമ്മൾ ഇന്റർനാഷണൽ ട്രേഡ് ആണ്, വിദേശ രാജ്യങ്ങളിലോട്ട് കയറ്റുമതി അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി കാര്യങ്ങളൊക്കെ അല്ലെ, എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒക്കെയാണ് എക്സ്റ്റേണൽ ട്രേഡ് എന്ന് ഇവിടെ മീൻ ചെയ്യണത്. അപ്പോൾ ഇതിൽ ഏത് കാറ്റഗറിയിൽ വരുന്ന സപ്ലൈ ആണ് നമ്മളുടെ പ്ലേസ്, ഏത് കാറ്റഗറിയിലാണ് വരിക എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണത്. ഓക്കെ, അപ്പോൾ സർവീസ് ഓർ ഗുഡ്സ് റെസിപ്റ്റ് എവിടെയാണോ സംഭവിക്കുന്നത് അതിന്റെ ലൊക്കേഷനെയാണ് നമ്മൾ മെയിനായിട്ട് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യണത്. ഓക്കെ, ഇപ്പോൾ കേരളത്തിലുള്ള ഒരാൾ കേരളത്തിൽ തന്നെ സപ്ലൈ ചെയ്യണം, അതിന്റെ ബയ്യർ അല്ലെങ്കിൽ ഇപ്പൊ ഞാനൊരു കച്ചവടക്കാരനാണെങ്കിൽ എന്തെങ്കിലും ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ എൻ്റെ ഗുഡ്സ് കേരളത്തിൽ തന്നെ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ കോഴിക്കോടുള്ള ഒരാൾക്ക് ഞാൻ ഗുഡ്സ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ കോഴിക്കോട് വിത്തിൻ ദ സ്റ്റേറ്റ് ആണ്. സോ അത് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, റെസിപ്പിയന്റ് കോഴിക്കോടാണ്, ദാറ്റ് മീൻസ് ആ ഒരു ഗുഡ്സ് റിസീവ് ചെയ്യുന്ന ആളുടെ പ്ലേസ് കോഴിക്കോടാണ്, അത് വിത്തിൻ ദ സ്റ്റേറ്റ് ആണ്. ഇനി തമിഴ്നാടുള്ള ഒരാൾക്കാണ് ഞാൻ ഗുഡ്സ് സപ്ലൈ ചെയ്യണമെങ്കിൽ അതിനർത്ഥം ഈ റെസിപ്പിയന്റ് ഔട്ട് ഓഫ് ദി സ്റ്റേറ്റ് ആണ്. സോ ദാറ്റ് മീൻസ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുക. ഇനി ഞാൻ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സ് ഞാൻ വിദേശ രാജ്യങ്ങളിലോട്ടാണ് സപ്ലൈ ചെയ്യണമെങ്കിൽ, എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് എക്സ്റ്റേണൽ ട്രേഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇനി നോക്കാം, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലേസ് ഓഫ് സപ്ലൈ ആണ്. എന്തൊക്കെയാണ് ഈ ഒരു പ്ലേസ് സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യണത്. ഒന്നാമത്തത് GST ഈസ് എ കൺസംഷൻ ബേസ്ഡ് ടാക്സ് ആണ് അല്ലെ. ഇപ്പൊ ഗുഡ്സ് ഓർ സർവീസ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സമയത്താണ് അതെന്ത് ചെയ്യുക, ടാക്സ് ഈടാക്കുക. ദാറ്റ് മീൻസ് എൻഡ് കസ്റ്റമറുടെ കയ്യിൽ നിന്നാണ് ടാക്സ് എന്ത് ചെയ്യുക, മെയിനായിട്ട് ഫുള്ളായിട്ട് കളക്ട് ചെയ്യപ്പെടുക. ഓക്കെ, സോ അതുകൊണ്ടാണ് നമുക്ക് എന്ത് വേണ്ടത്, പ്ലേസ് ഓഫ് സപ്ലൈക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് പറയാൻ കാരണം. ദാറ്റ് മീൻസ് സർവീസ് ഓർ ഗുഡ്സ് റെസിപ്പിയന്റിന്റെ പ്ലേസിന് പ്രാധാന്യമുണ്ട്. സോ കൺസംഷൻ ബേസ്ഡ് ടാക്സ് ആണ് GST. ഇനി രണ്ടാമത്തത് ലൊക്കേഷൻ ഓഫ് ദി supplier of service and place of supply are in the same state or union territory. അങ്ങനെയാണെങ്കിൽ CGST ആണ്, SGST അല്ലെങ്കിൽ UTGST ആണ് പേ ചെയ്യപ്പെടുക. മനസ്സിലായല്ലോ? അതായത് സെയിം ഈ പറഞ്ഞ സപ്ലൈ ഓഫ് സർവീസ് ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് സെയിം സ്റ്റേറ്റ് ആണെങ്കിൽ, ഓക്കെ, സപ്ലയർ ഓഫ് സർവീസറും അല്ലെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈയും ഒരേ സംസ്ഥാനത്താണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ഒരേ യൂണിയൻ ടെറിട്ടറിയിലാണെങ്കിൽ, ഒരേ യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ അവിടെ ഈടാക്കുന്നത് UTGST. ഇനി ഒരേ സ്റ്റേറ്റിലാണെങ്കിൽ, സെയിം സ്റ്റേറ്റിലാണെങ്കിൽ അവിടെ ഈടാക്കുന്നത് CGST അല്ലെങ്കിൽ SGST ആയിരിക്കും. ഓക്കെ, പറഞ്ഞു തന്നെയാണ് ഇപ്പൊ നേരത്തെ. ഇനി നെക്സ്റ്റ്, ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ ഓഫ് ദി സർവീസർ ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ ആർ ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ് ആണെങ്കിൽ, ഈ പറഞ്ഞ സപ്ലയർ ഓഫ് സർവീസറും പ്ലേസ് ഓഫ് സപ്ലൈയും രണ്ടും ഈ പറഞ്ഞ ഡിഫറെന്റ് സ്റ്റേറ്റുകളാണെങ്കിൽ അവിടെ നമ്മൾ, അല്ലെങ്കിൽ ഡിഫറെന്റ് യൂണിയൻ ടെറിട്ടറീസ് ആണെങ്കിൽ അവിടെ നമ്മൾ ഈടാക്കുന്ന ടാക്സ് അല്ലെങ്കിൽ GST എന്ന് പറയുന്നത് IGST ആണ്. മനസ്സിലായല്ലോ? ഡിഫറെന്റ് സ്റ്റേറ്റുകളാണെങ്കിൽ ഈ പറയുന്ന പ്ലേസ് ഓഫ് സപ്ലൈയും സപ്ലയറുടെ സപ്ലയർ ഓഫ് സർവീസറും ലൊക്കേഷൻ ഡിഫറെന്റ് സ്റ്റേറ്റുകളാണെങ്കിൽ അവിടെ ഈടാക്കുന്ന ടാക്സ് IGST ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, സ്പെസിഫിക് പ്രൊവിഷൻ ഹാവ് ബീൻ മെയ്ഡ് ഫോർ ദ പ്ലേസ് ഓഫ് സപ്ലൈ ഇൻ കേസ് ഓഫ് സർവീസ് ആണ് അല്ലെ. അതായത് സ്പെസിഫിക് പ്രൊവിഷൻസ് ചില പ്ലേസ് ഓഫ് സപ്ലൈക്ക് നമ്മൾ, ചില സർവീസുകൾക്ക് നമ്മൾ അവിടെ ഫിക്സ് ചെയ്യാറുണ്ട്, പറയാം. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു കാര്യമാണ്, ഈ പറഞ്ഞ ഫസ്റ്റത്തെ 3 കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് പ്ലേസ് ഓഫ് സപ്ലൈ നമ്മൾ മെയിനായിട്ട് എന്ത് ചെയ്യണത്, അവിടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണത്. അല്ലെങ്കിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങൾ നമ്മളുടെ റെഗുലർ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കാണ് യൂസ് ചെയ്യണമെങ്കിൽ അതിൽ കുറേ സാധനങ്ങൾ വെറുതെ ഉണ്ടാവും, അതൊക്കെ ഒന്നും പഠിക്കണ്ട.
ഈ തന്ന നോട്ടിലുള്ളത് മാത്രം പഠിച്ചാൽ മതി. അതായത് GST-ന്ന് നിങ്ങൾക്ക് മെയിനായിട്ട് പ്രോബ്ലംസ് വരില്ല. അതിന് മെയിനായിട്ട് തിയറീസ് ആണ് ചോദിക്കുക. തിയറി തന്നെ കൂടുതലും ഈ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ഉള്ള ഈ ഒരു ഏരിയയിലുള്ള മാത്രമേ മെയിനായിട്ട് ചോദിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. പ്ലേസ് ഓഫ് സപ്ലൈ നമ്മൾ മെയിനായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നമ്മൾ ഏത് ടാക്സ് ഈടാക്കണം എന്നുള്ളത് ഫിക്സ് ചെയ്യുന്നത് ഈ പറയുന്ന പ്ലേസ് ഓഫ് സപ്ലൈയുടെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, സപ്ലയറുടെ ലൊക്കേഷനും ഈ പറഞ്ഞ സപ്ലൈ ഗുഡ്സ് അല്ലെങ്കിൽ ആ സർവീസ് റെസിപ്പിയന്റിന്റെ ലൊക്കേഷനും ആണ് നമ്മൾ അവിടെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുക. പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും എന്താണ്, ലൊക്കേഷൻ ഓഫ് ദി സർവീസ് റെസിപ്പിയന്റ് ആണ്. ഓക്കെ, സർവീസ് അല്ലെങ്കിൽ ആ ഗുഡ്സ് റെസിപ്റ്റ് ചെയ്യുന്ന ആളുടെ പ്ലേസിനാണ് അവിടെ മെയിനായിട്ട് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. മെയിനായിട്ട് 3 കാര്യങ്ങളാണ്, കോമ്പണൻസ് ആണ്. ടൈം ഓഫ് സപ്ലൈ പറഞ്ഞു, പ്ലേസ് ഓഫ് സപ്ലൈ പറഞ്ഞു. ഇനി വാല്യൂ ഓഫ് സപ്ലൈ ആണ്. വാല്യൂ ഓഫ് സപ്ലൈ നോക്കാം. ദ വാല്യൂ ഓഫ് സപ്ലൈ ഫോർ ട്രാൻസാക്ഷൻ ഈസ് ദ പ്രൈസ് ഓർ കൺസിഡറേഷൻ പെയ്ഡ് ബൈ ദ കസ്റ്റമർ ടു ദ സപ്ലയർ ആണ്. വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അത് ഈ പറയുന്ന ഗുഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ സർവീസ് ആണെങ്കിലും നമ്മളത് കൊടുക്കുന്ന സമയത്ത് അല്ലേ, ഇപ്പോൾ സപ്ലയർ അത് ഈ പറയുന്ന സർവീസ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് റെസിപ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് അത് കൊടുക്കുന്ന സമയത്ത് ആ റെസിപ്റ്റ് ചെയ്യുന്ന വ്യക്തി ഒരു പ്രൈസ്, ഒരു പേയ്മെന്റ് അല്ലെങ്കിൽ ഒരു കൺസിഡറേഷൻ എന്ത് ചെയ്യും, ഈ സപ്ലയർക്ക് കൊടുക്കുന്നുണ്ടാവും. ആ വാല്യൂവിനെയാണ് ആക്ച്വലി എന്ന് പറയുന്നത്. ഇല്ല, ഇപ്പൊ ഞാനൊരു കച്ചവടക്കാരനാണെങ്കിൽ ഞാനൊരു ഗുഡ്സ് വിൽക്കുമ്പോൾ, സപ്ലൈ ചെയ്യുമ്പോൾ അത് വാങ്ങുന്ന കസ്റ്റമർ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു പേയ്മെന്റ് തരും. ആ പേയ്മെന്റ് ഞാൻ വാങ്ങുന്ന എമൗണ്ട്, അതാണ് അതിന്റെ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയും. മനസ്സിലായോ? ആ വാല്യൂ ഓഫ് സപ്ലൈയിൽ എന്തൊക്കെ ഉണ്ടാവും, ഈ പറഞ്ഞ എമൗണ്ട് ഓഫ് ടാക്സ് ഉണ്ടാവും, അതിന്റെ കോസ്റ്റ് ഉണ്ടാവും. ഇതൊക്കെ പാടെ കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുക, ആ പറഞ്ഞ വാല്യൂ ഓഫ് സപ്ലൈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ നോക്കാം, ദ വാല്യൂ ഓഫ് സപ്ലൈ ഫോർ എ ട്രാൻസാക്ഷൻ ഈസ് ദ പ്രൈസ് ഓർ കൺസിഡറേഷൻ പെയ്ഡ് ബൈ ദ കസ്റ്റമർ ആണ്. ഓക്കെ, ഒരു ട്രാൻസാക്ഷന്റെ പ്രൈസ് അല്ലെങ്കിൽ അതിന്റെ കൺസിഡറേഷൻ എന്ത് ചെയ്യാണ് അല്ലെ, പകരമായിക്കൊണ്ട് പെയ്ഡ് ബൈ ദ കസ്റ്റമർ ടു ദ സപ്ലയർ ആണ്. അത് ആരാ അടക്കുന്നത്, കസ്റ്റമർ ആണ് അല്ലെ. ഈ സർവീസ് അല്ലെങ്കിൽ ആ ഗുഡ്സ് റെസിപ്റ്റ് ചെയ്യുന്ന കസ്റ്റമർ സപ്ലയർക്ക് കൊടുക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്താ പറയുക, വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഡിസൈഡഡ് ദ ടാക്സബിൾ വാല്യൂ ഓഫ് സപ്ലൈ മെയ്ഡ് ആൻഡ് ദസ് ദ എമൗണ്ട് ഓഫ് ടാക്സ് നീഡ് ടു ബി പെയ്ഡ്. ഈ വാല്യൂ ഓഫ് സപ്ലൈ നമ്മൾ എന്തിനാ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പൊ നമുക്കറിയാം പല ടാക്സ് റേറ്റുകളുണ്ട് അല്ലെ. 5%, അതുപോലെ ഈ പറഞ്ഞ പോലെ 12% ഉണ്ട്, 18% ഉണ്ട്, അതുപോലെ 28% ഒക്കെ നമ്മളുടെ GST ടാക്സ് റേറ്റുകളുണ്ട്. സ്ലാബ് റേറ്റ് വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിൽ ആ ഒരു 18% അല്ലെങ്കിൽ 28% അല്ലെങ്കിൽ ഈ പറഞ്ഞ 12% ഒക്കെ നമ്മൾ ഈ വാല്യൂവിന്റെ മുകളിലാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ സപ്ലയർ, ഞാനൊരു സാധനം വിറ്റു, ഒരു ഗുഡ്സ് വിറ്റതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10,000 റുപ്പീസ് ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, 10,000 റുപ്പീസ് ആണ്. ആ 10,000 റുപ്പീസ് എന്ന് പറയുന്നത് 18% ടാക്സ് റേറ്റിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ആ ഒരു കാറ്റഗറി, ആ ഗുഡ്സ് എന്ന് പറയുന്നത് 18% ടാക്സ് ഈടാക്കുന്ന കാറ്റഗറിയിലാണെങ്കിൽ ആ 18% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ഈ വാല്യൂ ഓഫ് സപ്ലൈയുടെ മുകളിലാണ്. മനസ്സിലായോ? അപ്പോൾ 10,000 രൂപയുടെ സാധനമാണ് ഞാൻ സപ്ലൈ ചെയ്തതെങ്കിൽ, ഗുഡ്സ് ആണ് ഞാൻ വിറ്റതെങ്കിൽ, ആ 10,000ന്റെ മുകളിലാണ് 18% കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 10,000 ഇൻറ്റു 18/100 ചെയ്താലാണ് അവിടെ ടാക്സ് റേറ്റ് കിട്ടുക. അപ്പോൾ ആ ടാക്സ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക ഈ വാല്യൂ ഓഫ് സപ്ലൈയുടെ മുകളിലാണ്. അപ്പോൾ വാല്യൂ ഓഫ് സപ്ലൈ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ 3 കോമ്പണൻസ് അല്ലെ, കോമ്പണൻസ് ഓഫ് സപ്ലൈ അണ്ടർ GST-യിൽ ടൈമിന് പ്രാധാന്യമുണ്ട്. ടൈമിന്റെ പ്രാധാന്യം എന്താ, എപ്പോഴാണ് ഇയാൾ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനാവുന്നത്. ദാറ്റ് മീൻസ് ഞാനാണ് കച്ചവടക്കാരെങ്കിൽ സപ്ലയർ ആണ് ടാക്സ് കൊടുക്കേണ്ടത്. എപ്പം മുതൽ അയാൾ ടാക്സ് അടക്കാൻ ലാബിൾ ആവുന്നുണ്ട് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ടൈം ഓഫ് സപ്ലൈയുടെ പ്രാധാന്യം. പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഏത് ടാക്സ് ഈടാക്കണം അല്ലെ. നമുക്ക് പ്രധാനമായിട്ടും 4 കാറ്റഗറി ഓഫ് ടാക്സുകൾ ഉണ്ട് അല്ലെ. CGST, SGST, IGST ആൻഡ് UTGST എന്ന് പറഞ്ഞ ടാക്സുകളുണ്ട്. ഇതിൽ ഏത് ഈടാക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് പ്ലേസ് ഓഫ് സപ്ലൈ ആണ്. ഓക്കെ, അതുപോലെ ഈ പ്ലേസ് ഓഫ് സപ്ലൈ ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു പെർസെൻറ്റേജ് ഓഫ് ടാക്സ് ഉണ്ട്, ആ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ വാല്യൂ വേണം. അപ്പോൾ ആ വാല്യൂ ഓഫ് സപ്ലൈ എത്ര എന്നുള്ളതാണ് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്ന കാര്യം. ഓക്കെ, സോ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇസ് എ സപ്ലൈ ഫോർ എ ട്രാൻസാക്ഷൻ ഈസ് ദ പ്രൈസ് ഓർ കൺസിഡറേഷൻ അല്ലെ. ഈ പറഞ്ഞ കസ്റ്റമർ ആ സപ്ലയർക്ക് കൊടുക്കുന്ന പ്രൈസ് ഓർ കൺസിഡറേഷനെയാണ് ആക്ച്വലി എന്ന് പറയുന്നത് അവിടെ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയും. സോ ഇറ്റ് ഡിസൈഡ് ദ ടാക്സബിൾ വാല്യൂ ഓഫ് സപ്ലൈ ആണ് മെയ്ഡ്. ഓക്കെ, അതാണ് ഇത് ചെയ്യുക
ടാക്സബിൾ വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് തീരുമാനിക്കുക. ആൻഡ് ദസ് ദ എമൗണ്ട് ഓഫ് ടാക്സ് നീഡ് ടു ബി പെയ്ഡ് ഫോർ ഇറ്റ് ആണ്. ഓക്കെ, അതിൻ്റെ മുകളിലാണ് എന്ത് ചെയ്യുക, എമൗണ്ട് ഓഫ് ടാക്സ് പിന്നീട് പേ ചെയ്യപ്പെടുക. സോ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വാല്യൂ ഓഫ് സപ്ലൈ എന്ത് ചെയ്യണത് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്. അതിൽ കുറേ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ച് നോക്കാം. ആ പ്രോബ്ലംസ് ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി